പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഈ മനോരോഗം ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനോരോഗം വരാനുള്ള സാധ്യതയുണ്ടോ? 5 ലക്ഷണങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അല്പം ശ്രദ്ധിക്കുക. നമുക്കോ അല്ലെങ്കിൽ നമുക്കറിയുന്ന മറ്റു പലരിലോ ഇതേപോലുള്ള സിംറ്റംസ് കുറേ നാളുകളായിട്ട് അനുഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ അതൊരു മനോരോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ കണ്ടറിഞ്ഞ് വേണ്ട പ്രിക്കോഷൻസ് എടുത്തു കഴിഞ്ഞാൽ 100% നമുക്ക് ഈ മാനസിക പ്രശ്നങ്ങളെ ഒഴിവാക്കി ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കും. എന്താണ് 5 സിംറ്റം എന്നുള്ളതാണ്. അതിനു മുമ്പ് ആദ്യം ഒന്ന് മനസ്സിലാക്കുക, ഈ മനോരോഗവും മനസ്സിന്റെ അസുഖവും രണ്ടാണ്. എല്ലാ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെയും മനോരോഗമായിട്ട് കാണാനും പറ്റില്ല. ആർക്കാണ് ശരിക്കും മാനസികമായ രോഗങ്ങളും അസുഖങ്ങളും ഉണ്ടാകുന്നത്? മനസ്സുള്ളവർക്കെല്ലാം ഉണ്ടാവും. ശരീരത്തിനാർക്ക് അസുഖങ്ങളും രോഗങ്ങളും ഉണ്ടാകുന്നത്? ശരീരമുള്ളവർക്കല്ല എന്ന് പറഞ്ഞ കണക്ക് തന്നെ ഇതിനെ വേറിട്ട് കാണേണ്ടതായിട്ടില്ല. ശരീരത്തിനും മനസ്സിനും പലവിധത്തിലുള്ള രോഗങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകും. അതിന് ഒന്ന് മനസ്സിലാക്കാനുള്ളത്, രോഗവും അസുഖവും രണ്ടാണ്. രോഗം എന്ന് പറഞ്ഞാൽ സ്ഥിരമായ രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കേണ്ടത്. എന്നാൽ അസുഖം എന്ന് പറഞ്ഞാൽ സുഖമല്ലാത്ത അവസ്ഥ, ടെമ്പററി ആയിട്ട് കുറച്ച് നാളത്തേക്ക് പ്രകടിപ്പിക്കുന്ന അസ്വസ്ഥതകൾ ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും. ശരീരത്തെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ഇതേ കണ്ടീഷനിലായിരിക്കണമെന്നില്ല. ചിലപ്പം ഒരു തുമ്മലോ അല്ലെങ്കിൽ ഒരു കോൾഡോ അല്ലെങ്കിൽ വയറ്റ് വേദനയോ ലൂസ് മോഷനോ ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ തൽക്കാലത്തേക്കുള്ളതാണെങ്കിൽ അസുഖവും അത് മൂർച്ഛിച്ചാൽ അധിക നാൾ നീണ്ടുപോകുന്നത് രോഗത്തിന്റെ തുടക്കമാണ്. ഇതേപോലെ തന്നെയാണ് മനസ്സിനും ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാം. അതൊരിക്കലും മനോരോഗമല്ല. ആ അസ്വസ്ഥത സ്ഥിരമായി നിലനിൽക്കുമ്പോഴാണ് അത് മനോരോഗത്തിലേക്ക് വരാനുള്ള കാരണമായി തീരും. അതിന് ഒന്നാമത്തെ ഒരു സിംറ്റം, അതെല്ലാവർക്കും ഉണ്ടാകാം, ഏറ്റക്കുറച്ചിലുണ്ടെന്നേ ഉള്ളൂ. എല്ലാത്തിനെയും അതേ ഗണത്തിൽ പെടുത്തരുത്. പക്ഷെ അധികരിച്ച് ദീർഘനാൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് കൃത്യമായി കൺസൾട്ട് ചെയ്യേണ്ട കേസാണ്. ഓക്കെ, ഒന്നാമത്തത് ഇല്ലാത്തത് കാണുക എന്നുള്ളതാണ്. ഈ വ്യക്തി ഉള്ളിൽ യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല, പക്ഷെ ഇവരെ സംബന്ധിച്ച് അവർ തറപ്പിച്ചും കുറപ്പിച്ചും പറയും. ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞത് പറഞ്ഞു എന്ന് തർക്കിക്കും. ചില കാര്യങ്ങൾ ഇവർ കാണാൻ തുടങ്ങും. ചിലത് കാഴ്ചകൾ, ഉൾക്കാഴ്ചകൾ നേരിട്ട് കണ്ടതുപോലെ തന്നെ പറയും. മറ്റു വ്യക്തികൾക്ക് ലോജിക്കൊന്നും തോന്നാത്തത് ഇവര് കൃത്യമായ രീതിയിൽ പറയുക. പിന്നെ അതോടൊപ്പം സംശയങ്ങൾ. ഓരോ കാര്യത്തിലും ഭക്ഷണം, എൻ്റെ ഭക്ഷണത്തിൽ ആരെങ്കിലും വിഷം കലർത്തി തരുമോ, അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കും. വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കും, സ്വന്തമായിട്ട് വെച്ച് കഴിക്കുകയുള്ളൂ. അല്ലാത്തൊരു ഒരു സംശയം. അതിന് വ്യക്തികൾ തമ്മിൽ സംശയം, ഭാര്യയെ സംശയം, ഭർത്താവിന് സംശയം. ചിലപ്പോൾ സ്വയം തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടോ, അല്ലെ എന്നെപ്പറ്റി ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടോ, എന്നെപ്പറ്റി തന്നെയാണ് മറ്റുള്ളവർ പറയുക. ഇതിങ്ങനെ ആവർത്തിച്ച് ചിന്തിച്ച് ആ ചിന്താലോകത്തിൽ അധികരിച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം, അത് ഭാവിയിലെ മനോരോഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതൊന്ന്. രണ്ടാമത്തത്, ഈ പറയുന്ന സസ്പീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ. സസ്പീഷ്യസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും പ്രതീക്ഷയില്ലാത്ത, നമുക്ക് മറ്റുള്ള ആൾക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഡീപ്പ് സംശയമാണ്. അവരെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് വളരെ കൃത്യമായ രീതിയിൽ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്താവും, ഡിപ്രസ്ഡ് മൂഡായിരിക്കും എപ്പോഴും. പലപ്പോഴും ഈ സംശയം കൊണ്ട് മൂത്ത് കഴിഞ്ഞാൽ എപ്പോഴും സംഭവിക്കും ഡിപ്രഷൻ. ഒരു ആത്മസംയമനം ഉണ്ടാകത്തില്ല. ഒപ്പം ആത്മഹത്യയെ പറ്റി ഇങ്ങനെ പറയാം, തമാശന് പോലും. ആത്മഹത്യ ചിന്തിക്കുന്ന ചെയ്യുന്ന വഴികളെ പറ്റി ചിന്തിക്കുക. അങ്ങനെ പലപ്പോഴും തമാശന് പോലും അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പറയുകയോ ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള പ്രവണതയോ ഇതൊക്കെ കൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഭാവിയിലേക്ക് ഒരു ഡിപ്രസ്ഡ് മൂഡിൽ പോയി ഒരുപക്ഷെ സൂയിസൈഡിൽ വരെ പോകാം. അതും നേരത്തെ തന്നെ മനസ്സിലാക്കി വേണ്ട ഉപാധികൾ, അല്ലെങ്കിൽ അതിൽ ചില സൈക്കോളജിസ്റ്റുകളോ സൈക്കാട്രിസ്റ്റുകളെയോ അല്ലെങ്കിൽ മാനസിക ആരോഗ്യ വിദഗ്ധരെയൊക്കെ കണ്ട് കൃത്യമായ രോഗനിർണയം നടത്തണം. ഓക്കെ. മറ്റൊന്ന്, ഈ ഓവർ എക്സൈറ്റഡ് ആകുക എന്നുള്ളത്.
എല്ലാ കാര്യത്തിലും അതിനെ ഉന്മാദത്തിലാകുക എന്ന് പറയും. എപ്പോഴും അവർ അവരുടേതായ ലോകത്തിൽ ഞാൻ വലിയ സുന്ദരനാണ്, അല്ലെങ്കിൽ ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ഭയങ്കര ധനികനാണ്, ഇവരെല്ലാവരോടും പറയും. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വലിയ കഴിവുകളൊക്കെ ഉണ്ട്. പറഞ്ഞു വരുമ്പോൾ ആശാൻ സാധാരണക്കാരനായിട്ടാണെങ്കിലും ഇവരത് അംഗീകരിക്കത്തില്ല. ഞാനൊരു വലിയ സംഭവമാണ്. ഇവരിലെ എന്ത് കുറവുണ്ടെങ്കിലും അവർ അംഗീകരിക്കുന്നില്ല. അവരുടെ ആ കുറവിനെ ചൂണ്ടിക്കാണിക്കുന്നവരെ അവരോട് ഇവർക്ക് ശത്രുതയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഓവറായിട്ടുള്ള ഒരു ആങ്സൈറ്റഡ് എക്സൈറ്റഡ് പോസ്റ്ററിലൊക്കെ സദാ ജീവിക്കുക. ഇത് ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നൊക്കെ ആയിരിക്കും ഇവർ പറയുക. ഒരിക്കലും അങ്ങനെയുള്ള വ്യക്തികളുടെ സ്വഭാവത്തിൽ ഇങ്ങനെയുള്ള വ്യതിയാനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നോർമൽ മൈൻഡ് അല്ല. കുറെ അധികരിച്ചു കഴിഞ്ഞാൽ മനോരോഗ ചികിത്സ തന്നെ തേടേണ്ടി വരും. നേരത്തെ അത് മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ആങ്സൈറ്റിയാണ്. അത് പലപ്പോഴും നമുക്കറിയാമല്ലോ. ആങ്സൈറ്റി, ഓവർ തിങ്കിങ്. ആ ചിന്തകൾക്ക് എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇങ്ങനെ ധാരധാരയായിട്ട് അത് കൂടി കൂടി വരിക. അവിടെ ഉറങ്ങി കഴിയുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഉറക്കം ഉണർന്ന് അപ്പം തൊട്ട് ഇങ്ങനെ ട്രാഫിക്കും കൂടുകയാണ്. തലയ്ക്കകത്ത് അങ്ങ് ഫാക്ടറിയാണ്, ചിന്തയുടെ ഫാക്ടറി. യാതൊരു റിലവൻ്റ് ഇല്ലാത്ത കാര്യത്തെപ്പറ്റി പോലും. ഇനി ഇങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ അതിനെപ്പറ്റി ആയിരിക്കും ഓവറായിട്ട് തിങ്ക്. അങ്ങനെ കൂടിക്കൂടി അതൊരു ബൈപ്പോളാർ അവസ്ഥയിലേക്കൊക്കെ വരാം. ഒന്നിലേക്ക് തന്നെ മാക്സിമം ഫോക്കസ് ചെയ്തുകൊണ്ട് ഹൈ ഇൻറ്റൻസ് ആയിട്ട് ചിന്തിച്ച് ഇമോഷനും കൂടെ അതിനോടൊപ്പം വരും. ആ ഒരു അവസ്ഥയാണ് ബൈപ്പോളാർ അവസ്ഥ. അങ്ങനെ ഉള്ള വ്യക്തികൾ പലപ്പോഴും ഭാവിയിൽ വിഷാദത്തിലേക്ക് എത്താനും അത് ഒരു ആത്മഹത്യ ടെൻഡൻസിയിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് രണ്ടും മനോരോഗം ആണെന്നല്ല ഈ പറയുന്നത്. മനസ്സിന് രോഗവും മനസ്സിന്റെ അസുഖവുമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും അതിന് ചികിത്സ വേണ്ടതിന് വേണം. ഇനി അല്ലാത്തതിന് ആദ്യമേ ചികിത്സയല്ല, കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിത ശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ. ഒരു ചിന്ത കൊണ്ടുണ്ടായ പ്രശ്നമാണ് എങ്കിൽ, ഏതെങ്കിലും ഇൻസിഡന്റിനെ തുറന്നാണെങ്കിൽ, ടെമ്പററി ആയിട്ടുള്ളതാണെങ്കിൽ, അതിന് കൃത്യമായ കൺസൾട്ടേഷനിലൂടെ ഒരു വെൽനസ് തെറാപ്പികൾ നിരവധിയുണ്ട്. അതിന് NLP പ്രോഗ്രാമുകളുണ്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. ഇന്നലെ വരെ ഇല്ലായിരുന്ന സംഭവത്തെ ഉണ്ട് എന്നൊക്കെ കാണിക്കുകയാണെങ്കിൽ അത് വെറും അർത്ഥശൂന്യമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചില തെറാപ്യൂട്ടിക് പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. അല്ലെങ്കിൽ ഹിപ്നോ തെറാപ്പി പോലുള്ള തെറാപ്പികൾ, ഇതൊന്നും ഡ്രഗ് മരുന്നില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ എല്ലാ കേസിനും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഒരു സിവിയർ ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ മനോരോഗ ചികിത്സ തന്നെ വേണം. അപ്പോൾ ആദ്യം പലപ്പോഴും പോയി മനോരോഗ ചികിത്സയാണ് പലരും നേടാറുള്ളത്. അതല്ലെങ്കിൽ ലൈറ്റ് മെഡിസിൻസ് അല്ല, ഹോമിയോ മെഡിസിൻ ഇതിനെല്ലാത്തിനും ഉണ്ട്. ഒപ്പം തെറാപ്യൂട്ടിക് ആയിട്ടുള്ള കാര്യങ്ങളും റെഗുലറായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ വരാവുന്ന വലിയ മനോരോഗത്തെയൊക്കെ ആദ്യം തിരിച്ചറിയുക എന്നുള്ള അതിനുള്ള സിംറ്റത്തെ, എന്നിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയയിൽ വേണ്ട സപ്പോർട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ഏറി വരുന്ന മാനസിക പ്രശ്നങ്ങളെ, മനോരോഗങ്ങളെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓരോരുത്തരും മനസ്സിലാക്കാൻ മനസ്സുള്ളവർക്കെല്ലാം മാനസികമായ അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകാം, ഭാവിയിൽ രോഗങ്ങളും വന്നേക്കാം. നമ്മുടെ കയ്യിൽ ഇതൊന്നും, ശരീരത്തിനുള്ള രോഗത്തെപ്പറ്റി നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുമോ? വരികയില്ല എന്നുള്ളത്. പിന്നെ ഇതൊന്നും വരാതെ നോക്കുക എന്നുള്ളതാണ്. അതിനെന്ത് വേണം? സാമാന്യ ലൈഫ് സ്റ്റൈലിൽ, ജീവിതശൈലിയിൽ മനസ്സിനെ എപ്പോഴും എൻഗേജ് ആക്കുക, ശാന്തമായ രീതിയിൽ ചിന്തിക്കാനുള്ള അവസരങ്ങൾ ബോധപൂർവ്വം സൃഷ്ടിക്കുക, എപ്പോഴും മൈൻഡ് റിലാക്സ് ആയിരിക്കാനുള്ള ആക്ടിവിറ്റിയിൽ ഇടപെടുക, സാമൂഹികമായ കാര്യങ്ങളിൽ ഇടപെടുക, കൂടുതൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മറ്റു ഉപാധികളൊന്നും കൂടാതെ നല്ല മെൻ്റൽ ഹെൽത്ത്, മാനസികമായ ആരോഗ്യം നമുക്ക് നേടാൻ സാധിക്കുന്ന വാർത്ത. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.